എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ഹൗ ടു റൈറ്റ് കെമിക്കൽ ഫോർമുല. നോക്കുക, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. അതിനുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്. ഓക്കെ, ആ സെഷനിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, ഫസ്റ്റ് 20 എലിമെൻസിൻ്റെ അറ്റോമിക് നമ്പർ ബൈ ഹാർട്ട് ചെയ്യണം. അത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സി റൈറ്റ്: ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അങ്ങനെ ആദ്യത്തെ 20 എലിമെൻസിൻ്റെ അറ്റോമിക് നമ്പേഴ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം ബൈ ഹാർട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ടാസ്ക്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കെമിക്കൽ ഫോർമുല എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവനായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് 20 എലിമെൻസിൻ്റെ അറ്റോമിക് നമ്പർ പഠിച്ചതിന് ശേഷം നിങ്ങളതിൻ്റെ കോൺഫിഗറേഷൻസ് എഴുതണം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം എന്താണ്, ഹൈഡ്രജൻ്റെത് 1 തന്നെയാണ് അല്ലേ. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്, 2. ലിത്തിയത്തിന് എന്താണ്, 2 1 അറിയാലോ അല്ലേ. ബെർലിയത്തിൻ്റെതോ 2 2. ബോറോണ്ടത് 2 3 അല്ലേ. കാർബൺ എന്താണ് 2 4. നൈട്രജൻ്റെത് 2 5. ഓക്സിജൻ്റെത് 2 6. ഫ്ലൂറിൻ്റെത് 2 7. നിയോണ്ടത് 2 8. മനസ്സിലാകുന്നുണ്ടോ. സോഡിയത്തിന് എന്താണ് 2 8 1. മെഗ്നീഷ്യത്തിൻ്റെത് 2 8 2. 2 8 3. സിലിക്കണ്ടത് 2 8 4. 2 8 5. 2 8 6. 2 8 7. ആർഗണ്ടത് 2 8 8. പൊട്ടാസ്യത്തിൻ്റെത് 2 8 8 1. കാൽഷ്യത്തിൻ്റെതോ 2 8 8 2. ഇത് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയണം. ഹൗ ടു റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആദ്യമേ അറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ വാലൻസി പറയാണ്. വാലൻസി, ഈ ഓരോ എലിമെൻറ്റിൻ്റെയും വാലൻസി നിങ്ങൾ പഠിക്കണം. അപ്പം ഹീലിയത്തിൻ്റെ നിങ്ങൾ ഓൾറെഡി 0 ആണെന്ന് പഠിച്ചു വെക്കണം, 0. ബാക്കി എല്ലാ എലിമെൻസിൻ്റെതും പഠിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് പറയാം. അതായത് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇല്ലേ, ഈ ലാസ്റ്റ് നമ്പർ 1 2 3 4 ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് വാലൻസി. അപ്പോൾ ഹൈഡ്രജൻ്റെത് 1 ആണല്ലോ, സോ വാലൻസി 1 ആണ്. ഹീലിയത്തിൻ്റെ ഓൾറെഡി നമ്മൾ 0 ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലിത്തിയത്തിൻ്റെ ലാസ്റ്റ് നമ്പർ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്, 1 ആണ്. വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 ആണ്. അങ്ങനെയാണെങ്കിൽ വാലൻസിയും അത് തന്നെയാണ്. 1 2 3 4 ആണെങ്കിൽ അത് തന്നെയാണ് വാലൻസി. ബെർലിയത്തിൻ്റെ എത്രയാണ്, 2. ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 ആണ്, അത് തന്നെയാണ് വാലൻസി. നോക്ക്, 4. 1 2 3 4 ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ സെയിം നമ്പർ ആസ് വാലൻസി. നൈട്രജൻ്റെ കേസിൽ നോക്ക് 5 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, 5 6 7 8 ഈ നമ്പേഴ്സ് വരുന്ന സമയത്ത് 8ൽ നിന്ന് ഈ നമ്പർ കുറയ്ക്കണം. എന്ന് വെച്ചാൽ നൈട്രജൻ്റെ കേസിൽ 8ൽ നിന്ന് 5 കുറച്ചാൽ യു വിൽ ഗെറ്റ് 3. 8ൽ നിന്ന് 6 കുറച്ചാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് 2. 8ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്താൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് 1. 8ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് 0. എഗെയിൻ സോഡിയത്തിൽ വരുമ്പോൾ എന്താണ്, 1 2 3 4 ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ സെയിം നമ്പർ ആസ് വാലൻസി. അതല്ലേ നമ്മുടെ ട്രിക്ക്. അപ്പോൾ നമ്മൾ 1 2 3 4 അങ്ങനെ കൊടുക്കുക. ഇനി ഫോസ്ഫറസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് വാട്ട്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾ 8ൽ നിന്ന് ആ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. 3. 8ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്താൽ 2. 8ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്താൽ 1 0. ഇനി പൊട്ടാസ്യം അഗെയിൻ, പൊട്ടാസ്യത്തിൻ്റെ വാലൻസി 1 2 3 4 ആണെങ്കിൽ നിങ്ങൾ 1 തന്നെയല്ലേ കൊടുക്കേണ്ടത്. 1 2 3 4 ആണെങ്കിൽ 1 കൊടുക്കണം, സോ 2. മനസ്സിലായോ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇത് പഠിക്കുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കെമിക്കൽ ഫോർമുലാസിന് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 1 to 20 എലിമെൻസിന് അറ്റോമിക് നമ്പർ ബൈ ഹാർട്ട് ചെയ്യണം. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയണം. എന്നിട്ട് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇല്ലേ, അത് നോക്കുക. ഹീലിയത്തിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ്ലി 0 പോയിട്ട് വെക്കണം, അത് ബൈ ഹാർട്ട് ചെയ്തു വെച്ചോ. ഓക്കെ, ബാക്കി എലിമെൻസിൻ്റെ എല്ലാം 1 2 3 4 ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എങ്കിൽ അതേ നമ്പർ തന്നെയായിരിക്കും വാലൻസി. ഇനി 5 6 7 8 ആണെങ്കിൽ 8ൽ നിന്ന് ആ നമ്പർ കുറയ്ക്കണം, അപ്പോൾ നിങ്ങൾക്ക് വാലൻസി കിട്ടും.
ഇതിലൊരു എക്സെപ്ഷനായിട്ട് ഇവിടെ കാണുന്നത് ഫോസ്ഫറസിൻ്റെ കേസിൽ അവർ 3 കാണിക്കുന്നുണ്ട്, 5 കാണിക്കുന്നുണ്ട്. അത് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില മെറ്റൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോപ്പറിൻ്റെ കേസിൽ വാലൻസി 2 ആണ്. ഓക്കെ, അയേണിൻ്റെ കേസിൽ, എഫിയുടെ കേസിൽ കുറേ വാലൻസീസ് കാണിക്കുന്നുണ്ട്. പക്ഷെ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാലൻസി എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, 2 ആണ് വാലൻസി എങ്കിൽ നമ്മൾ അയേണിന് പറയുന്ന പേര് ഫെറസ് എന്നാണ്, ഫെറസ്. ഓക്കെ, ഇനി 3 ആണ് വാലൻസി എന്ന് വിചാരിക്കുക. 3 ആണ് വാലൻസി എങ്കിൽ നമ്മൾ പറയുന്നത് ഫെറിക് എന്നാണ്, ഫെറിക്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സി 3rd ആൽഫബറ്റിക് ലെറ്റർ അല്ലേ. അപ്പോൾ ഫെറിക് ആണെങ്കിൽ വാലൻസി 3 ആണ്, ഫെറസ് ആണെങ്കിൽ വാലൻസി 2 ആണ്. ഓക്കെ, ഇതൊരു ട്രിക്കാണ് കേട്ടോ, സാധാരണ യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണ്. സി 3rd ലെറ്റർ ആണ്. അപ്പം ഈ 3 ഈസ് ദ വാലൻസി. എ ജി വാലൻസി 1 ആണ്, സിങ്കിൻ്റെ വാലൻസി 2 ആണ്, ബാരിയത്തിൻ്റെ വാലൻസി 2 ആണ്. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഇതിലിപ്പം എഫ് ഇ ഒക്കെ ഒരുപാട് ഓക്സിഡേഷൻ നമ്പർ വാലൻസീസ് കാണിക്കുന്ന ആളാണ്. പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്നതാണ് 2ഉം 3ഉം. 2 വരുന്ന സമയത്ത് അയേണിനെ നമ്മൾ ഫെറസ് എന്ന് വിളിക്കും, 3 വരുന്ന സമയത്ത് നമ്മൾ അയേണിനെ ഫെറിക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ചില പോളി അറ്റോമിക് അയോൺസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, 9th സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അമോണിയം എന്ന് പറഞ്ഞാൽ ആരാണ്? NH4+. ഓക്കെ, NH4+. അപ്പം ഇതിൻ്റെ വാലൻസി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് +1 അല്ലേ. അപ്പോൾ ആ സൈനൊന്നും ആവശ്യമില്ല, ആ നമ്പർ എടുത്താൽ മതി, 1. സൾഫേറ്റ് എന്താണ്? SO4 2-. ആ സൈൻ ആവശ്യമില്ല, ആ നമ്പർ എടുത്താൽ മതി, 2. സൾഫൈറ്റ് എന്താണ്? SO3 2-. 2. കാർബണേറ്റ് CO3 2-. ജസ്റ്റ് ടേക്ക് ദാറ്റ് നമ്പർ. ഓക്കെ, ആ നമ്പർ എടുത്താൽ മതി, 2-. ഹൈഡ്രോക്സൈഡ്, വാട്ട് ഈസ് ദാറ്റ്? OH-. സോ വാട്ട് ഈസ് ദാറ്റ്? 1. ഫോസ്ഫേറ്റ് PO4 3-. 3. ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1 to 20 എലിമെൻറ്റ്സിന് അറ്റോമിക് നമ്പർ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, ബൈഹാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓർഡറിൽ പറയല്ല. സോ ടീച്ചർ നിങ്ങളോട് ചോദിക്കുകയാണ് 11th എലിമെൻറ്റ് ആരാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് സോഡിയമാണ്. സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ 281, അതറിയണം. ഓക്കെ, ഈ സെഷനിൽ ഞാൻ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ ഈ കോൺഫിഗറേഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ചില കോമ്പൗണ്ട്സ് ആണ് NH3. ആരാണോ NH3? അമോണിയ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഈ കെമിക്കൽ ഫോർമുല എഴുതുന്നതായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. H2SO4 ആരാണ്? സൾഫ്യൂരിക് ആസിഡാണ്, റൈറ്റ്. സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, ഇത് നിങ്ങൾ അല്ലാതെ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി HCl ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അതേപോലെ HNO3 ആരാണ്? നൈട്രിക് ആസിഡാണ്, നൈട്രിക് ആസിഡ്. പിന്നെ H2O നിങ്ങൾക്ക് അറിയാം, അത് വാട്ടറാണ്, റൈറ്റ്, വാട്ടർ. അത് ഞാൻ ചുമ്മാ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഈ റൈറ്റിംഗ് കെമിക്കൽ ഫോർമുലാസുമായിട്ട് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സിന് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഹൗ ടു റൈറ്റ് കെമിക്കൽ ഫോർമുല. നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 5 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറയുന്നത് സിങ്ക് കാർബണേറ്റ് എന്ന് വിചാരിച്ചു. സിങ്ക് കാർബണേറ്റ്. സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് സോഡിയം കാർബണേറ്റ്. ഓക്കെ, തേർഡ് വൺ നമുക്ക് സിൽവർ ക്ലോറൈഡ്. ഓക്കെ, ഫോർത്ത് വൺ നമുക്ക് സിങ്ക് സൾഫേറ്റ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി എടുക്കണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഓക്കെ, ബാരിയം. ഓക്കെ, ബാരിയം നൈട്രേറ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കൂടി പറയാം. ഹൈഡ്രജൻ
സൾഫൈഡ്. ഓക്കെ, നമുക്ക് സ്പേസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി പറയാണ്. 7th എക്സാമ്പിൾ. ഓക്കെ, 7th എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പറയാം. കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, നോക്കുക എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് സിങ്ക് കാർബണേറ്റ്. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. അത് സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് സിങ്ക് കാർബണേറ്റ് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സോഡിയം, വാട്ട് ഈസ് എ സിമ്പിൾ? സോഡിയം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സോഡിയം വരണം. ഓക്കെ, സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്, 281, വാലൻസി 1 ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, നിങ്ങൾക്കത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. റൈറ്റ്, ഇവിടെ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണാം അല്ലേ? നോക്ക്, വളരെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം? സോഡിയം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നോക്കുക, സോഡിയം വാലൻസി എത്രയാണ്? 1. ഓക്കെ, കാർബണേറ്റ് പോളി അറ്റോമിക് അയോൺ ആണ്. നിങ്ങൾക്കത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, കാർബണേറ്റ്. ഓക്കെ, അപ്പോൾ കാർബണേറ്റിൻ്റെ വാലൻസി എത്രയാണ്? 2 ആണ്. ഓക്കെ, CO3 വാലൻസി എത്രയാണ്? 2 ആണ്. ഓക്കെ അല്ലേ? ഇൻ്റർചേഞ്ച് ദ വാലൻസി. അപ്പോൾ വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്തേ എന്ത് ചെയ്യുക? ഈ 2 ഇയാൾക്ക് കൊടുക്കണം, 1 അയാൾക്കും കൊടുക്കണം. 1 എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. Na2CO3 നമ്മൾ ആ വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? Na2CO3. മനസ്സിലായോ? ഇനിയിപ്പോൾ സിങ്ക് കാർബണേറ്റ് ആണെന്ന് വിചാരിച്ചോ. സിങ്ക് കാർബണേറ്റ് എന്താ നോക്കിയേ? സിങ്ക് ആൻഡ് കാർബണേറ്റ്. ഓക്കെ, സിങ്കിൻ്റെ വാലൻസി എത്രയാണ്? ഇതാ 2 ആണ്. കാർബണേറ്റിൻ്റെ വാലൻസി ഇപ്പം നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇതാ കാർബണേറ്റ് നിങ്ങൾക്ക് പോളി അറ്റോമിക് അയോണുള്ള 4th മെമ്പറാണ്. നിങ്ങൾക്ക് കാണാം വാലൻസി 2 ആണ്. ഓക്കെ, 2 നമ്പറും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിനെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ വരിക? സിങ്ക് കാർബണേറ്റ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, സിങ്ക് കാർബണേറ്റ്, ഫിനിഷ്. ഓക്കെ ആണോ? ഇനി ഇതാ സിൽവർ ക്ലോറൈഡ്. നോക്കുക, സിൽവർ എന്താണ്? Ag. വാലൻസി നോക്കിയതാ 1. നോക്ക്, ഇമ്പോർട്ടൻറ്റ് മെറ്റൽസിലെ 3rd മെമ്പറാണ് സിൽവർ, Ag. വാലൻസി 1 ആണ്. റൈറ്റ്. അതേപോലെ ക്ലോറൈഡ്. അപ്പോൾ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് ക്ലോറിൻ തന്നെയാണ് കേട്ടോ. ക്ലോറിനെയാണ് നമ്മൾ ക്ലോറൈഡ് എന്ന് പറയാം. ക്ലോറിൻ ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗമാകുമ്പം നമ്മളതിനെ ക്ലോറൈഡ് എന്നാണ് പറയാം. ഓക്സിജൻ ഓക്സൈഡ് എന്നാണ് പറയാം. സൾഫർ സൾഫൈഡ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ക്ലോറിൻ തന്നെയാണ്. ക്ലോറിൻ്റെ ബാലൻസ് ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ക്ലോറിൻ ഇതാ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലോറിൻ കാണാൻ പറ്റും അല്ലേ? നോക്ക്, ഇവിടെ കാണാം ബാലൻസ് എത്രയാണ്? 1. നോക്ക്, വാലൻസി 1. ലിസ്റ്റ് നിങ്ങൾക്ക് കാണണേ, 17, അറ്റോമിക് നമ്പർ 17 നോക്കിയാൽ യു ക്യാൻ സീ ക്ലോറിൻ. 1 അപ്പോൾ ഒന്നും ചെയ്യണ്ട, അതന്നെ അങ്ങ് എഴുതിയാൽ മതി. 1 നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാവുന്ന നമ്പറാണ്. ഇനി സിങ്ക് സൾഫേറ്റ്. നോക്ക്, സിങ്ക് നമ്മുടെ കയ്യിലുണ്ട്, ലിസ്റ്റിലുള്ള ആളാണ്. നോക്ക്, എത്രയാണ്? 2 ആണ്. ഓക്കെ, 2 ആണ്. സൾഫേറ്റ് ഇതാ പോളി അറ്റോമിക് അയോണിൽ 2nd മെമ്പർ. ഓക്കെ, സൾഫേറ്റ് SO4. രണ്ടും 2 ആണ് അല്ലേ? സിങ്കും 2 ആണ്, സൾഫേറ്റും 2 ആണ്. നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് എഴുതാം? സിങ്ക് സൾഫേറ്റ് എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി ബാരിയം നൈട്രേറ്റ്. നെക്സ്റ്റ് മെമ്പർ ബാരിയം നൈട്രേറ്റ് ആണ്. ബാരിയത്തിൻ്റെ വാലൻസി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 2. മെറ്റൽസിലെ ലാസ്റ്റ് മെമ്പറാണ്. ലാസ്റ്റ് മെമ്പർ ഇൻ ദ സെൻസ് ഈ ലിസ്റ്റിലെ ലാസ്റ്റ് മെമ്പറാണ് ബാരിയം 2 അല്ലേ? നൈട്രേറ്റ് പോയി നോക്കി. നൈട്രേറ്റ് നമ്മൾ എഴുതിയിട്ടില്ല, അപ്പം ഞാൻ നൈട്രേറ്റ് ആഡ് ചെയ്യാണ്. പോളി അറ്റോമിക് അയോണിൽ നൈട്രേറ്റ് ഞാൻ ആഡ് ചെയ്യാണ്. നൈട്രേറ്റ് എന്ന് വെച്ചാൽ NO3 മൈനസ് ആണ്. അപ്പോൾ ബാലൻസി എത്രയാണ്? 1. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണേ, ഞാൻ വിട്ടുപോയതാണ്. സോ നൈട്രേറ്റ് NO3 വാലൻസി 1 ആണ്. ഓക്കെ ആണോ? ഇൻ്റർചേഞ്ച് ദ വാലൻസി. അപ്പോൾ എന്താ കിട്ടുക? BaNO3 ട്വൈസ് അല്ലേ? നമുക്ക് ഈ 2 അങ്ങോട്ട് പോകും. 1 നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ ആണോ? 1 കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരേ എഫക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇഗ്നോർ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ സൾഫൈഡ്. നോക്ക്, ഹൈഡ്രജൻ എഴുതുക, സൾഫർ എഴുതുക. ഹൈഡ്രജൻ്റെ വാലൻസി ഫസ്റ്റ് മെമ്പറാണ് എലിമെൻസിൻ്റെ ലിസ്റ്റിൽ 1. ഓക്കെ, 1. സൾഫറിൻ്റെതോ? സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്. വാലൻസി എന്താണ്? 2 ആണ് അല്ലേ? നോക്ക്, 2. ഇൻ്റർചേഞ്ച് ദ വാലൻസി. അപ്പോൾ എന്താ കിട്ടുക? നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? H2S. ഓക്കെ ആണോ? ഇനി നമുക്ക് കാർബൺ ഡയോക്സൈഡ് ചെക്ക് ചെയ്ത് നോക്കിയാലോ. കാർബൺ ഡയോക്സൈഡ് ഇപ്പോൾ ഈസിയായി ഫീൽ ചെയ്യുന്നില്ലേ? കാർബൺ ഡയോക്സൈഡ്, കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ഇൻ്റർചേഞ്ച് ദ വാലൻസി. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? C2O4. പക്ഷേ ഇതിൽ നോക്കി 2 നമ്പറും 2ഉം 4ഉം നമുക്കൊരു HCF, ഒരു കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അതാരാണ് ആ കോമൺ ഫാക്ടർ? 2. 2 ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? CO2.
ഗോട്ട് ഇറ്റ്, CO2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളോട് 2 എക്സാമ്പിൾസ്, 2 or 3 എക്സാമ്പിൾസ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എഴുതാൻ പറയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അലൂമിനിയം ഓക്സൈഡ്. ഫസ്റ്റ് അലൂമിനിയം ഓക്സൈഡ്. ഓക്കെ. സെക്കൻഡ് വൺ അലൂമിനിയം സൾഫേറ്റ്. ഓക്കെ. തേർഡ് വൺ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. 3 എക്സാമ്പിൾസാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ 3 എണ്ണവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഞാൻ ഈ ആൻസറോട് എഴുതാം. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആൻസർ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. ഞാൻ ആൻസർ ചെയ്യാണ്. ഫസ്റ്റ് വൺ അലൂമിനിയം ഓക്സൈഡ്. അപ്പം നമ്മളിത് അലൂമിനിയം എന്ന് എഴുതുക. ഓക്സൈഡ് ആരാണ്? ഓക്സിജനാണ്. റൈറ്റ്. ഓക്സൈഡ് ഈസ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ പോയി നോക്കുക, വാലൻസി ഐഡൻറ്റിഫൈ ചെയ്യുക. അലൂമിനിയം അറ്റോമിക് നമ്പർ 13 ആണ്, വാലൻസി 3 ആണ്. ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. ഓക്സിജനോ, ഓക്സൈഡ് മീൻസ് ഓക്സിജൻ. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്, വാലൻസി 2 ആണ്. അല്ലേ? ഇൻ്റർചേഞ്ച് ദ വാലൻസി. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക? Al2O3. നമുക്കത് നിങ്ങൾ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് മനസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിത് മനസ്സ് ചെയ്തു നോക്കാം. അലൂമിനിയം സൾഫേറ്റ്. അപ്പോൾ എൽ എഴുതി. ഹുയി സൾഫേറ്റ് പോളി അറ്റോമിക് അയോൺ ഉള്ള സെക്കൻഡ് മെമ്പറാണ് അല്ലേ? വാലൻസി 2 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സൾഫേറ്റ്. നോക്ക് SO4. ഓക്കെ ആണോ? നോക്ക്. ഇനി വാലൻസി അലൂമിനിയം എത്രയാണ്? 3. SO4 എത്രയാണ്? 2. ഇൻ്റർചേഞ്ച് ദ വാലൻസി. ഇവിടെ 2 കൊടുക്കുക. SO4 മൊത്തം അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 3 കൊടുക്കുക. ഈ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രാക്കറ്റ് ഇടാതെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. Al2SO4 3. ഇതൊക്കെ തെറ്റാണ്. ഓക്കെ. ഇങ്ങനെയൊന്നും ചെയ്തു വെക്കരുത്. പോളി അറ്റോമിക് അയോണിന് നിങ്ങൾ നമ്പർ കൊടുക്കുമ്പം ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം ആ നമ്പർ ഇടാൻ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ മെഗ്നീഷ്യം നമ്മൾ ഇൻ്റർചേഞ്ചിങ് ഒന്നുമില്ല, ഒറ്റ സ്റ്റെപ്പിൽ അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്, OHൻ്റെ വാലൻസി 1 ആണ്. ഇത് OH നിങ്ങൾക്ക് ഇവിടെ കാണാം. OH പോളി അറ്റോമിക് അയോണിൽ 3rd ലാസ്റ്റ് മെമ്പറാണ് ഹൈഡ്രോക്സൈഡ് അല്ലേ? അപ്പോൾ അത് 1 ആണ്. മെഗ്നീഷ്യം ആരാ? അറ്റോമിക് നമ്പർ 12 ആണ്, വാലൻസി 2 ആണ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്, OHൻ്റെ വാലൻസി 1 ആണ്. കഴിഞ്ഞു. ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി മുതൽ നിങ്ങൾ കോമ്പൗണ്ട്സ് കാണുമ്പം കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ കോമ്പൗണ്ട്സ് കണ്ട അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആര് കയറി വരണം? കെമിക്കൽ ഫോർമുലാസ് കയറി വരണം. അങ്ങനെ കെമിക്കൽ ഫോർമുലാസ് വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ കെമിസ്ട്രി പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലപോലെ കെമിസ്ട്രി പഠിക്കാം. ഓക്കെ, ബൈ.